ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഞാനൊരു കാര്യം പറയാം, വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കിളീൻ്റെ സൗണ്ട് ഭയങ്കരമായി. ഓൾറെഡി ഇതിൻ്റെ മിനി വ്ളോഗ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. പിന്നെ നമ്മൾ വാഗമൺ എത്തിയിട്ട് ഒരു തേയിലത്തോട്ടം കണ്ടായിരുന്നു. ഒരു മലേൻ്റെ മണ്ടയ്ക്കായിരുന്നു. അവിടെ നമ്മൾ കയറി കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുള്ള അവിടുത്തെ ഒരു വ്യൂ ആണ്. നമ്മൾ ആ ഒരു ഹൈറ്റിൽ നിന്നിട്ടുള്ളത്. ചില ടൈമിന് എന്താണെന്നറിയില്ല, എൻ്റെ ബുദ്ധി അങ്ങോട്ട് വർക്ക് ചെയ്യില്ല. ഞാൻ ഇവിടെ നിന്ന് വലിയ കാര്യത്തിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് സ്റ്റാൻഡും കൊണ്ടുപോയി. പക്ഷെ അവിടെ ചെന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തേയിലേൻ്റെ പൊക്കത്ത് വെച്ചിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും മുട്ടക്കറിയുമായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ ഒന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ്. എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ ചെന്ന് നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാനായിട്ടുള്ളൊരിതും ലൊക്കേഷൻ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി. നമ്മൾ ആ മലയുടെ പൊക്കത്തിൽ നിന്ന് താഴത്തേക്ക് വന്നെ നല്ല രീതിക്ക് ടാൻ അടിച്ച് കൈയൊക്കെ ഒരുമാതിരി ആയിട്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഹാൻഡ് ഗ്ലൗസ് അങ്ങനെ ഒന്നും യൂസ് ചെയ്തില്ല. ഇത് നമ്മൾ കയാക്കിങ് ചെയ്തായിരുന്നു അവിടെ. അതായത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ലൊക്കേഷൻ ഇട്ടിട്ട് പോയ സ്ഥലത്തായിരുന്നു ഈ കയാക്കിങ്ങും. അങ്ങനെ ആ ഒരു ഏരിയയിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അവിടെ എന്തോ മെയിൻ്റെനൻസ് ആയതുകൊണ്ട് അത് ഓപ്പൺ ആക്കിയിട്ടില്ല. കയാക്കിങ് എന്നെക്കാലം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തേക്കണം അവസരം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ആ വെയിലത്ത് ഇത് ചെയ്യണേന് ചെറിയൊരു ഇതുണ്ടായിരുന്നു. അല്ലെങ്കിൽ അടിപൊളിയാണ്. ഒരു ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ നമ്മൾ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഏരിയയിൽ തന്നെ കുറേ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, കുറേ ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്കാണ് പോയത്. അവിടെയും കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. നമ്മുടെ വണ്ടി ഭയങ്കര ഒരു ചെറിയൊരു ശോകം ഉണ്ടായിരുന്നു. കാരണം വണ്ടി കയറ്റം കയറുമ്പോഴൊക്കെ ഒത്തിരി പാടായി, ഭയങ്കര വലിഞ്ഞായിരുന്നു പറഞ്ഞു. അപ്പോൾ നമുക്ക് ടെൻഷനായി, വണ്ടി എങ്ങാനും കംപ്ലൈൻ്റ് ആയാലും എന്ത് ചെയ്യുന്നില്ല. കാരണം നേരത്തെ നമ്മൾ പോവുകയും ചെയ്തത്. നമ്മൾ പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയായിരുന്നു. ബാക്കി എല്ലാ ഐറ്റംസ് പിന്നെ ഒത്തിരി റേറ്റ് കൂടുതലായിട്ടാണ് തോന്നി. നമുക്ക് അതിലും റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന കൊണ്ടിട്ട് അത്രയും വില കൂടിയത് വാങ്ങിക്കാനായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാനതൊന്നും വാങ്ങിയില്ല. പിന്നെ ഐസ്ക്രീം കഴിച്ചു. നമ്മൾ പൈനാപ്പിൾ വാങ്ങിയായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. പിന്നെ നമ്മൾ ഫുഡ് ഉച്ചക്കത്തെ അവിടുത്തെ ഒരു വനിതാ ഹോട്ടലിൽ നിന്ന് കഴിച്ച് കുഴപ്പമില്ല, ടേസ്റ്റ് ആയിരുന്നു. ഇത്രയേ ഉള്ളൂ. ലവ് യു ഓൾ, ബൈ.